ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ PU പോളിഷ് എങ്ങനെ തടികളിൽ ചെയ്യണം. അപ്പോൾ തടികളിൽ PU പെയിൻറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ PU പോളിഷ് ഏഷ്യൻ്റെ പോളിഷ് ഉണ്ട്, MRFിൻ്റെ ഉണ്ട്, ബർജറിൻ്റെ ഉണ്ട്. ഇങ്ങനെ ഒരുപാട്. ഇപ്പോൾ ഇനി ക്യാപ്സിൻ്റെ PU പോളിഷ് ഇറങ്ങുന്നുണ്ട്, KFCൻ്റെ മെലാമിൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കമ്പനി നിപ്പോൺ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് എന്നെ കോൺടാക്റ്റ് ചെയ്യലുണ്ട്. അത് തടിയിൽ എങ്ങനെ ഏത് രീതിയിലാണ് നമ്മൾ ശരിയായ രീതിയിൽ ചെയ്യേണ്ടതെന്ന്. ഒരുപാട് പേര് തെറ്റായ രീതിയിൽ അറിഞ്ഞോ അറിയാതെയും PU പോളിഷ് ചെയ്യുന്നുണ്ട്. അറിഞ്ഞുകൊണ്ട് തന്നെ പണീൻ്റെ എളുപ്പത്തിന് വേണ്ടി കരാർ വർക്ക് എടുക്കുമ്പം അറിഞ്ഞുകൊണ്ട് തന്നെ PU പോളിഷ് ഷോർട്ടായിട്ട് പെട്ടെന്ന് എളുപ്പം തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ അറിയാതെ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ വീട്ടുകാർക്കും അറിയില്ല ഏത് രീതിയിൽ നമ്മളൊരാളെ പണിക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർ ഏത് രീതിയിൽ അവർ ശരിയായ രീതിയിലാണോ ഇപ്പോൾ പണി ചെയ്യുന്നതെന്നുള്ള അവർക്കും അറിയില്ല, വീട്ടുകാർക്കും അറിയില്ല. അപ്പോൾ പണി കൊടുക്കുമ്പം റേറ്റ് നോക്കിയിട്ടാണ് വീട്ടുകാർ പണി കൊടുക്കാറുള്ളത്. അപ്പോൾ റേറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പം റേറ്റ് കുറയുമ്പോൾ അതിനനുസരിച്ചുള്ള വർക്ക് അതിനുണ്ടാവുമല്ലോ. അതിനനുസരിച്ച് റേറ്റ് കുറയുമ്പോൾ താരതമ്യേന ആ വർക്കിന് ക്വാളിറ്റി കുറവായിരിക്കും. കാഴ്ച ചിലപ്പോൾ ഫിനിഷിംഗ് ഒക്കെ ഉണ്ടാവും, പക്ഷേ ക്വാളിറ്റി കുറവായിരിക്കും. വീട്ടുകാർ എന്നപ്പോൾ റേറ്റിൻ്റെ ലാഭം മാത്രം അതാണ് അധിക വീട്ടുകാർ നോക്കൽ. അപ്പോൾ 1-2 വർഷം കൊണ്ട് അത് അങ്ങ് പൊളിഞ്ഞു പോകും. 5, 8, 10 വർഷം നിൽക്കേണ്ട പോളിഷ് ചിലപ്പോൾ 1 വർഷം അല്ലെങ്കിൽ ഒരു 6 മാസം കൊണ്ട് അതിൻ്റെ കളറൊക്കെ ഫീഡായി ആ ഗ്രെയിൻസൊന്നും കാണാത്ത രീതിയിൽ, തേക്കും അല്ല പ്ലാവും അല്ലാത്ത രീതിയിൽ ഒരു യെല്ലോ ഷെയ്ഡായി മാറിയിട്ട് അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ പൊളിഞ്ഞങ്ങ് പോകും. കുറച്ച് ഉള്ളിൽ കറുപ്പ് ഷെയ്ഡൊക്കെ വന്നിട്ട്. അപ്പോൾ സാധാരണ എല്ലാവരും ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസുള്ള ആൾ പോലും PU പോളിഷ് ചെയ്യുമ്പോൾ അധികം ആൾക്കാരും, എല്ലാവരെയും അല്ല പറയുന്നത്, മിക്ക ആൾക്കാരും അതിന് ഫസ്റ്റ് പേപ്പർ ഇട്ടതിന് ശേഷം അവർ ചീകിയിട്ട് അതുപോലെ തന്നെ സാൻഡ് ചെയ്യണമെങ്കിൽ സാൻഡ് ചെയ്തതിന് ശേഷം പേപ്പർ ഇട്ടതിന് ശേഷം അവർ സാൻഡിങ് സീലറാണ് അപ്ലൈ ചെയ്യുന്നത്. അധികം ആൾക്കാരും അങ്ങനെയാണ്. അത് തെറ്റായ പ്രവണതയാണ്. സാൻഡിങ് സീലർ ഉപയോഗിച്ചിട്ട് പോളിഷ് ചെയ്യുന്നവർക്ക്, എക്സ്റ്റീരിയർ MRF ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, എക്സ്റ്റീരിയർ PU പോളിഷ് ചെയ്യുന്നവർക്ക് ഒരിക്കലും വർക്ക് കൊടുക്കരുത്. എന്ന് പറഞ്ഞാൽ ആ വർക്ക് അധികകാലം അത് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകും. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു വർക്കും ഒരു വീട്ടുകാരും കൊടുക്കരുത്, അങ്ങനെ ആ രീതി ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവരെന്താ പറയുന്നില്ല, നമ്മളെ വീട്ടിന് MRFിൻ്റെ പോളിഷിൻ്റെ ചെയ്തിന് അതും പോയി. അപ്പോൾ MRF എന്ത് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. പോളിഷ് ചെയ്യുന്നതിനെക്കാട്ടി നല്ല പെയിൻ്റ് അടിച്ചാൽ മതി, അതാ കുറച്ചും കൂടെ നിൽക്കൽ. പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇന്നിപ്പോൾ MRFിൻ്റെ ചെയ്തിന് ആ ലിറ്ററിന് 1000 ചില്ലറ രൂപയുണ്ട്, 1000-ലധികം ഉണ്ട്. അപ്പോൾ അത് ചെയ്തിട്ടും അത് ഇളകി മോശമായി എന്ന് പറയും. അപ്പോൾ അത് ചെയ്തതിൻ്റെ മെത്തേഡ് ശരിയില്ലാത്തതുകൊണ്ടാണ് അത് എളുപ്പം കംപ്ലൈൻറ്റ് വന്നതെന്ന് വീട്ടുകാർക്കും അറിയില്ല. അപ്പോൾ ചെറിയ പൈസേൻ്റെ ലാഭത്തിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ളവർക്ക് വർക്ക് കൊടുക്കാതിരിക്കുക. അപ്പോൾ സാൻഡിങ് സീലർ എന്ന് പറഞ്ഞാൽ അതൊരു PU മെറ്റീരിയലല്ല, NC ബേസ്ഡ് മെറ്റീരിയലാണ്. NC ആണത്. NC എന്ന് പറഞ്ഞാൽ UV റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സാധനമല്ല NC. നമുക്ക് PU മാത്രമേ ഉള്ളൂ UV. നമുക്ക് ഇപ്പോൾ പോളിയൂറിത്തീൻ എന്ന് പറഞ്ഞാൽ PU, പോളിത്തീൻ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്. അപ്പോൾ പ്ലാസ്റ്റിക് പോലും നല്ല വെയിലിലെടുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു 6 മാസം കണ്ടിന്യൂ വെയിലെടുക്കുക, 6 മാസം കൊണ്ട് അത് നശിച്ചു പോകും. പക്ഷേ പോളിയൂറിത്തീൻ നമ്മളെ PU എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ നമ്മളെ കുറച്ചും കൂടെ ഇതാണ് UV പ്രൊട്ടക്റ്റ് സാധനമാണ്. അപ്പോൾ കുറച്ചും കൂടെ UV പ്രൊട്ടക്റ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള സാധനം മാത്രമേ അണ്ടർ കോട്ട് കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾ NC കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടോപ്പ് കോട്ട് PUലേക്ക് വന്നു കഴിഞ്ഞാലും ഇത് വെയിൽ കൊള്ളുമ്പം ഇതിൻ്റെ ഫിലിം യെല്ലോ ഷെയ്ഡിലേക്ക് വരും. യെല്ലോ ഷെയ്ഡിലേക്ക് വരും. വെയിൽ കൊള്ളുമ്പം തന്നെ ആ ഫിലിം ഈ സാൻഡിങ് സീലറിൻ്റെ ചെറിയൊരു ഫിലിമായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആരിൽ ഫില്ലായിട്ട് കിടക്കുന്നുണ്ടാവും. ആരിൽ ഫില്ലായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലൊരു കോട്ടിംഗ് ആയിട്ടോ. ചില ആൾക്കാർ നല്ലപോലെ സാൻഡിങ് സീലർ കോട്ടിങ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ടോപ്പ് കോട്ട് PU ആണ് അടിക്കാറില്ല. അങ്ങനെ ആകുമ്പോൾ തന്നെ ഒരു 1-2 മാസം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ട്രാൻസ്പെറൻസി നഷ്ടപ്പെടും. എന്നപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് പോലെ ആണെങ്കിലല്ലേ നമുക്ക് ആ മരത്തിൻ്റെ ആ ഒരു ഗ്രെയിൻസും കാര്യങ്ങളൊക്കെ കാണുമല്ലോ. ആ ഫിലിം ഒരു യെല്ലോ ഷെയ്ഡിലേക്ക് വരുന്നതോടുകൂടി ഇതിൻ്റെ ആ ഗ്രെയിൻസ് പുറത്തേക്ക് കാണുന്നത് നഷ്ടപ്പെടും. അപ്പോൾ തേക്കാണെങ്കിൽ ആ തേക്കാണോ പ്ലാവാണോ അല്ലെ എന്ത് മരമാണ് എന്ത് മരമാണെന്ന് മനസ്സിലാകാത്ത വിധത്തിൽ അത് ഫെയ്ഡാവും.
ഫെയ്ഡാകും കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ സാൻഡിങ് സീലർ കംപ്ലീറ്റ് ഒരു ബ്രൗൺ ഒരു ബ്ലാക്ക് ഷെയ്ഡിലേക്ക് പോകും. പിന്നെ അത് ആ പൊളിഞ്ഞങ്ങ് പോകും. പുറത്ത് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നമ്മളിപ്പോൾ ഒരു വീട് എടുക്കുമ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ നല്ല നല്ല ഫൗണ്ടേഷൻ ആയിരിക്കണ്ടേ. നമ്മളിപ്പോൾ ഒരു കല്ലിൻ്റെ വീട് വെക്കുമ്പോൾ ആരെങ്കിലും കട്ട വെച്ചിട്ട് ചെയ്യുമോ? മണ്ണിൻ്റെ കട്ടേനെ കൊണ്ട് തറ കെട്ടിയിട്ട് മുകളിൽ കല്ല് വെക്കില്ലല്ലോ ആരും. അതുപോലെ തന്നെയാണ് ഈ എൻ സി ബേസ്ഡ് ആയിട്ടുള്ള സാധനം ഒരിക്കലും പ്രൊട്ടക്റ്റ് ചെയ്യില്ല. അത് ഇന്നിപ്പോൾ പൊടിഞ്ഞു പോകുന്ന ക്വാളിറ്റി ഇല്ലാത്ത സാധനമാണ്. അപ്പോൾ നമ്മൾ UV പ്രൊട്ടക്റ്റായ ഇപ്പോൾ PU സീലർ തന്നെ അപ്ലൈ ചെയ്യുക. ഇപ്പോൾ പുട്ടിയൊക്കെ വെക്കണമെങ്കിൽ നമുക്ക് NC ബേസ്ഡ് ആയിട്ടുള്ള പുട്ടിയാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യില്ല. അപ്പോൾ എന്താ വേണ്ടത്, ആദ്യം തന്നെ നമ്മൾ മരം സാൻഡ് ചെയ്ത് ഫിനിഷ് ചെയ്ത് പുട്ടി വർക്കും കൂടെ ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു കോട്ട് PU സീലർ അടിക്കുക. ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം, വീഡിയോ മുന്നേ ചെയ്ത വീഡിയോ ഒക്കെ. അപ്പോൾ ഇപ്പോൾ ഒരുപാട് പിന്നെ ഇതിൽ തെറ്റായ ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൻസുലേറ്റർ നമ്മൾ PU ഗ്രെയിൻസ് നല്ല രീതിയിൽ കാണേണ്ട വർക്കിനൊന്നും ഒരിക്കലും ഇൻസുലേറ്റർ അടിക്കാൻ പാടില്ല. ഇൻസുലേറ്റർ അടിക്കേണ്ടത് മരത്തിന് തടിക്ക് PU പെയിൻ്റ് അടിക്കുന്നുണ്ടെങ്കിൽ തടിക്ക് അടിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഇൻസുലേറ്റർ അടിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇൻസുലേറ്റർ അടിക്കുന്നത് കൂടി അതിൻ്റെ ഗ്രെയിൻസും അതുപോലെ തന്നെ അതിൻ്റെ ആ ഇത് കുറേ ഭാഗം നഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ എണ്ണമയൊക്കെ കുറച്ച് ഉള്ളിലേക്ക് ഇതാവും. ഇൻസുലേറ്റർ അടിക്കുമ്പോൾ തേക്കിൻ്റെ എണ്ണമയം കുറച്ച് ഉള്ളിലേക്കാവും. അപ്പോൾ ഈ അടിക്കുന്ന പോളിഷ് കുറച്ചും കൂടെ ഉള്ളിലേക്ക് ഇറങ്ങും. പക്ഷേ അതിനെക്കാട്ടും നല്ലത് നമുക്ക് ഏറ്റവും നല്ലത് PU പോളിഷ് ചെയ്യുന്നതിന് മുന്നേ മരക്കെ സാൻഡ് ചെയ്തതിന് ശേഷം NC തിന്നർ സെക്കൻഡോ ഫസ്റ്റോ തേർഡായാലും കുഴപ്പമില്ല, അത് വച്ചിട്ട് ഒരു കോട്ട് ബ്രഷിലോ അല്ലെങ്കിൽ വേസ്റ്റിലോ ഈ ചെയ്യേണ്ട PU സീലർ അടിക്കേണ്ട ഭാഗങ്ങൾ കംപ്ലീറ്റ് തുടച്ചു വിടുക. നല്ല തിന്നർ നല്ലപോലെ മുക്കിയിട്ട് തുടച്ചു വിടുക. അപ്പോൾ എന്തെന്ന് സംഭവിക്കുന്ന പറഞ്ഞാൽ ഈ മരത്തിൽ എണ്ണമയൊക്കെ കുറച്ച് താഴേക്ക് വലിഞ്ഞു പോകും. ആ എണ്ണമയത്തിൻ്റെ ഇതൊക്കെ അപ്പോൾ നമ്മൾ അടിക്കുന്ന സീലർ നല്ല ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് പിടിക്കും. അപ്പോൾ കുറച്ചും കൂടെ പ്രൊട്ടക്റ്റ് ആയിരിക്കും, കുറച്ചും കൂടെ ഉള്ളിലേക്ക് ഇറങ്ങി പിടിക്കും. അപ്പോൾ ആ രീതി ഇൻസുലേറ്റർ അടിക്കുമ്പോൾ നമ്മൾ ഗ്രെയിൻസിൻ്റെ പ്രൊജക്റ്റ് കാണുന്ന കാഴ്ച കുറച്ച് മങ്ങും. അപ്പോൾ ആ രീതിയിൽ ഇൻസുലേറ്റർ അടിക്കാതിരിക്കും. നമ്മൾ പെയിൻ്റ് അടിക്കുന്നുണ്ടെങ്കിൽ PU പെയിൻ്റൊക്കെ അടിക്കുന്നുണ്ടെങ്കിൽ ഇൻസുലേറ്റർ അടിക്കുക. ഇൻസുലേറ്റർ അടിക്കാതെ ഇൻസുലേറ്ററോ ബ്ലോക്ക് പ്രൈമറോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ മരത്തിന് ഒരുപാട് പേര് കംപ്ലയിൻറ്റ് പറയുന്നതാണ് PU പെയിൻ്റ് അടിച്ച്. എന്നെ കഴിഞ്ഞ ദിവസം വരെ വിളിച്ചിരുന്നു. PU പെയിൻ്റ് അടിച്ച് പെയിൻ്റൊക്കെ പ്രൈമർ അടിച്ച് പെയിൻ്റ് അടിക്കുമ്പോഴേക്ക് പെയിൻ്റെല്ലാം മഞ്ഞ കളറായിപ്പോയി, വൈറ്റ് അടിച്ച പെയിൻ്റൊക്കെ മഞ്ഞ കളറായിപ്പോയി. സംഭവം എന്നപ്പോൾ അതിൻ്റെ എണ്ണമയം പുറത്തേക്ക് വരുന്നതാണ് ഈ വുഡിൻ്റെ. അപ്പോൾ വുഡിന് ഏത് വുഡായിക്കോട്ടെ, തേക്കിന് കൂടുതൽ എണ്ണേൻ്റെ ഓയിൽ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഏത് മരം ആയിക്കോട്ടെ ആ മരത്തിനൊക്കെ നമ്മൾ PU പെയിൻ്റ് അടിക്കുന്നതിന് മുന്നേ ഒന്നിക്കൽ ഇൻസുലേറ്റർ അടിക്കുക അല്ലെങ്കിൽ ബ്ലോക്ക് പ്രൈമർ അടിക്കുക. അങ്ങനെ എന്തെങ്കിലും ഒരു PU സീലർ അടിച്ചാലും മതി. അങ്ങനെ എന്തെങ്കിലും അടിക്കുക. അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ PU സീലറിലേക്ക് ഇതിൻ്റെ ഓയിൽ കണ്ടൻറ്റ് വരില്ല. പിന്നെ അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ PU പ്രൈമറോ അല്ല 2K പ്രൈമറോ അടിച്ച് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല. ആ രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരുപാട് പേര് ഇതുപോലെ അബദ്ധം പറ്റിയിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ഞാനൊന്നും പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ വന്നപ്പോൾ ഒരു വീഡിയോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ സാൻഡിങ് സീലർ ചെയ്ത് PU അടിച്ച ഒരു വീഡിയോ ഭാഗം ഞാൻ കാണിച്ചു തരാം. ലാസ്റ്റ് എല്ലാവർക്കും അറിയുന്ന ഒരുപാട് പേരുള്ള അനുഭവത്തിലുണ്ടാവും. സാൻഡിങ് സീലർ ഉപയോഗിച്ച് അതിൻ്റെ മുകളിൽ പോളിഷ് അടിച്ചു കഴിഞ്ഞാൽ അറിയുന്നവർക്കറിയാം അതെന്താണ് സംഭവിക്കലെന്ന്. അപ്പോൾ പിന്നെയും കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു, എല്ലാം മറന്നുപോയി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഞാൻ ഓട്ടോ പെയിൻറ്റ് വീഡിയോ എൻ്റെ ചാനലുമായിട്ട് ഓട്ടോ പെയിൻറ്റ് വീഡിയോ, അതുപോലെ തന്നെ ക്രാഫ്റ്റ് വീഡിയോ, ബ്ലോഗ്, ട്രാവലിങ്, ചെറിയ ബ്ലോഗ്, അങ്ങനെ ഒരു വകയുള്ള വീഡിയോ എല്ലാം എൻ്റെ ചാനലിലുണ്ട്. ചാനലിൽ ഇന്നിപ്പോൾ കാർപ്പൻട്രി വർക്ക് അങ്ങനെ ചെയ്യാത്ത മിക്ക വീഡിയോകളും ഞാൻ എൻ്റെ ഇതുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാ വീഡിയോ എല്ലാവരും കാണണമെന്നുണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുക. അപ്പോൾ
നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നല്ലൊരു പ്രാക്ടിക്കൽ തിയറിയും പ്രാക്ടിക്കലിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളെ മുന്നിൽ എത്തുന്നതായിരിക്കും. താങ്ക് യു, ബൈ.